ദൈവനാമത്തിന് പിന്നെ ഈ മഹത്വം കരയറ്റുന്നു. ദൈവവചനത്തിന് മുൻപില് പിന്നെ താഴ്ത്തുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനമാണ് നാം ചിന്തിക്കുന്നത്. അതിന്റെ 11-ാമത്തെ അധ്യായം. ഈ ലേഖനത്തിലെ 3-ാമത്തെ വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ 3-ാമത്തെ ഭാഗമായിട്ട് നമ്മൾ 11-ാമത്തെ അധ്യായം പഠിക്കുന്നു. ക്രിസ്തീയ ആരാധനയോട് അനുബന്ധിച്ച പ്രശ്നങ്ങൾ എന്ന വിഷയമാണ് ഈ അധ്യായത്തിലുള്ളത്. അതിനെ നമ്മൾ 2ആയിട്ട് വിഭാഗിച്ച് പഠിക്കുന്നു. അതിന്റെ 2 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ സ്ത്രീകൾ സഭായോഗത്തിൽ മൂടുപടമിടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു 2 ക്ലാസ്സുകളിൽ. 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ മേശയോടനുബന്ധിച്ച വിഷയങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണ്. 17 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ പൗലോസിന്റെ ശാസന. 2-ാം ഭാഗം 23 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ കർത്തൃമേശയുടെ സ്ഥാപനം. ആദ്യത്തെ ഭാഗവും 2-ാമത്തെ ഭാഗത്തിന്റെ ആദ്യ 2 വാക്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ, 25, 26 വാക്യങ്ങൾ ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കും. അതോടൊപ്പം 3-ാമത്തെ ഭാഗം 27 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ മേശയിൽ പങ്കെടുക്കലും ദൈവിക ന്യായവിധിയും എന്ന വിഷയവും ഈ രാത്രികാലം നാം ചിന്തിക്കും. ദൈവത്തിന് സ്തോത്രം. രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത് 1 Corinthians chapter 11 verse 25 to 34. അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കുന്നതിന് മുൻപായിട്ട് ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതിന്റെ 23, 24 വാക്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന കാര്യമാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. 25-ാം വാക്യം, ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് അരുളി ചെയ്തു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം അധ്യായം അതിന്റെ 19, 20 വേദഭാഗങ്ങൾ. ലൂക്ക് chapter 22 verse 19 and 20. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. സ്തോത്രം. അതിന്റെ 20-ാം വാക്യം, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. സ്തോത്രം. 25-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. അതായത് പെസഹ അത്താഴം കഴിഞ്ഞ ശേഷം അപ്പം നുറുക്കിക്കൊടുത്ത് കഴിഞ്ഞിട്ട് പാനപാത്രവും കൊടുത്തു. സ്തോത്രം. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് 3 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 20. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. എന്റെ രക്തത്തിലെ പുതിയ നിയമം ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 28. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. സ്തോത്രം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ വാക്യം കൂടി. മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 24. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എന്റെ രക്തം. സ്തോത്രം. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതിനായി നിയമത്തിനുള്ള എന്റെ രക്തം. സ്തോത്രം. ഇവിടെ നാം വായിച്ചു, ഇത് കുടിക്കുമ്പോൾ ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തച്ചൊരിച്ചിലിനാൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു പുതിയ ഉടമ്പടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഒരു പഴയ ഉടമ്പടി അല്ലെങ്കിൽ ഒരു പഴയ നിയമം കാണുമല്ലോ. തീർച്ചയായിട്ടും. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എക്സോഡസ് ചാപ്റ്റർ 24 വേഴ്സ് 8. അപ്പോൾ മോശെ രക്തം എടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ മോശെ രക്തമെടുത്തു, ജനത്തിന്മേൽ തളിച്ചു. ഈ ചെയ്ത സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. ഇത് പഴയ ഉടമ്പടി അല്ലെങ്കിൽ സീനായി ഉടമ്പടി. സീനായി ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ മോശ യാഗമൃഗത്തിന്റെ രക്തം ജനത്തിന്മേൽ തളിച്ചു. ഹല്ലേലൂയ. ഈ പഴയ ഉടമ്പടി പരാജയപ്പെട്ടു. ഈ പഴയ ഉടമ്പടി പരാജയപ്പെട്ടതിനാൽ പാപക്ഷമയും അതുപോലെ ദൈവത്തോടുള്ള വ്യക്തിപരമായിട്ടുള്ള അറിവും ബന്ധവും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുമെന്ന് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചിരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 31 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങൾ. ജെറമ്യാ ചാപ്റ്റർ 31 വേഴ്സ് 31 to 34. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. താഴേക്ക് വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും.
അപ്പോൾ ഇവിടെ നമ്മൾ 25-ാമത്തെ വാക്യത്തിൽ വായിച്ചു, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. നമ്മൾ ചിന്തിച്ചത് പുതിയ നിയമം എന്ന് പറയണമെങ്കിൽ പഴയ ഒരു നിയമം ഉണ്ടാകണമല്ലോ. അതാണ് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ചിന്തിച്ചത്. ഇത് ഒരു പഴയ ഉടമ്പടി, ഒരു പഴയ നിയമം ഉണ്ടായിരുന്നു. മോശെ യാഗം കഴിച്ച് ജനത്തിന്മേൽ രക്തം തളിച്ചു. സീനായി ഉടമ്പടി എന്നറിയപ്പെടുന്നു. എന്നാൽ ഈ ഉടമ്പടി പരാജയപ്പെടുമെന്ന് അറിയാമായിരുന്നതിനാൽ യെരമ്യാ പ്രവാചകനിൽ കൂടി ദൈവം അരുളി ചെയ്തു. ആ വേദഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. എന്റെ ന്യായപ്രമാണം ഞാൻ അവരുടെ ഉള്ളിലാക്കും. സ്തോത്രം. 25-ാം വാക്യത്തിലേക്ക് കടന്നു വരുന്നു. ഈ പാനപാത്രം എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു. പ്രവാചകൻ പറഞ്ഞ പുതിയ ഉടമ്പടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗം മൂലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് അർത്ഥമാക്കിയിരിക്കുന്നത്. പുതിയ നിയമം. സ്തോത്രം. രീതി കൊണ്ട് പുതിയതെന്നർത്ഥം. കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്നരുളി ചെയ്തു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറുമാണ് ആദിമസഭ തിരുവത്താഴം അനുഷ്ഠിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച ഒരു വേദഭാഗം തന്നെയാണ്. ഒരു പ്രാവശ്യം കൂടെ വായിച്ചോളൂ. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 20 verse 7. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേനാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ചു പാതിര വരെയും പ്രസംഗം നീട്ടി. സ്തോത്രം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേനാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ നിശ്ചയിക്കപ്പെട്ടതുപോലെ കൂടി വരുമ്പോഴൊക്കെയും ഇത് ആചരിക്കാം. നമ്മളിപ്പോൾ ചിന്തിച്ച പഴയ പുതിയ നിയമങ്ങൾ തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന 2 കാര്യങ്ങൾ. ഒന്നാമത്തേത്, പഴയ നിയമം കൽപ്പലകയിൽ എഴുതി കയ്യിൽ കൊടുത്തു. പുതിയ നിയമം ഉള്ളിലാക്കി ഹൃദയത്തിൽ എഴുതി. ഒന്നാമത് ഞാൻ പറഞ്ഞത്, പഴയ നിയമം കൽപ്പലകയിൽ എഴുതി മോശയുടെ കയ്യിൽ കൊടുത്തപ്പോൾ പുതിയ നിയമം അവരുടെ ഉള്ളിലാക്കി ഹൃദയങ്ങളിൽ എഴുതി. രണ്ടാമത്, പഴയ നിയമത്തിൽ യാഗവസ്തുവായ കാളയുടെ രക്തം തളിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ യാഗമായ ക്രിസ്തുവിന്റെ രക്തം കുടിച്ചു. ദൈവത്തിന് സ്തോത്രം. സീനായി ഉടമ്പടിയിൽ യാഗവസ്തുവായ കാളയുടെ രക്തം തളിച്ചപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നാം കുടിക്കുന്നു. ഒരു പുതിയ നിയമ വിശ്വാസി ക്രിസ്തുവിനെ അനുഭവിക്കുക. അത് ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാകുകയല്ല. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, രൂപാന്തരം സംഭവിക്കുന്ന ഒരു വ്യക്തിയിൽ. അതുള്ളിൽ നടക്കുന്ന കാര്യമാണ്. പുറമെയുള്ള പ്രവൃത്തികളാൽ അല്ല ഇത് സംഭവിക്കുന്നത്.
ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നില്ലെങ്കിൽ പഴയ പ്രവൃത്തികൾ പുറത്തു വരും. അത് സഭയിലാണെങ്കിലും സംഭവിക്കും. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ഈ ബ്രാഹ്മണ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആളുകൾ, അവർ പൊതുവെ വഴക്കുണ്ടാക്കാൻ പോകുന്ന ആളുകളല്ല. അവർ ഈ റോഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് പഠിച്ചതും വളർന്നതുമായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അവർ റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നല്ല ബ്രാഹ്മണന്മാര് ചെയ്യത്തില്ല. ഇവര് സഭയിൽ വന്നാലും ഒരുപക്ഷെ ശരിക്കും മാനസാന്തരപ്പെട്ടില്ലെങ്കിലും അവര് പ്രവർത്തിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം അവരങ്ങനെയാ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അഥവാ ശരിയായിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിലും അവരൊക്കെ പോകുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാ വിഭാഗങ്ങളിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് വന്ന ആളുകളുണ്ട്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് നമുക്കറിയാം. മീൻ പിടിക്കുന്ന ആളുകളെയാ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്. വിത്ത് ഡ്യൂ റെസ്പെക്ട് ഞാൻ പറയട്ടെ, നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ പോവല്ലോ, ഈ ഇറച്ചി വെട്ടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്, മീൻ വിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ബ്രാഹ്മണന്മാരുടെ കാര്യം പറഞ്ഞു, അവരൊരു പരിധി വിട്ട് പോകത്തില്ലെന്ന്. എന്നാൽ ഇറച്ചി വെട്ടുന്ന ആളുകള് യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവൻ സഭയിൽ വരുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ ചിലപ്പോൾ കത്തിയെടുത്തുന്നിരിക്കും. കാരണം ഇന്നലെ ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അത്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ, ശരിയായിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ. ഈ ഫിഷ് മാർക്കറ്റിൽ പോയാല് നമുക്കറിയാമല്ലോ, ഈ അവിടെ കൂടുതൽ സമയം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ഈ ദേറ ഫിഷ് മാർക്കറ്റിലല്ല, അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല, എയർ കണ്ടീഷൻ്റെ കാര്യം. നാട്ടിലെ ഫിഷ് മാർക്കറ്റിൽ നമ്മളൊരു പരിധി വിട്ട് അവരോട് ബാർഗെയിൻ ചെയ്യാൻ നിന്നാല് അവരുടെ വിലയെക്കാട്ടി കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വായിന്ന് വരുന്ന ഭാഷകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവർ തമ്മി ചെയ്ത് വിളിച്ചോണ്ടാ മത്സ്യം വിൽക്കുന്നത്, ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ അവിടെ പോയിട്ട് കൂടുതൽ നിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. വീണ്ടും ഞാൻ പറയുന്നു, ഈ ശരിയായി മാനസാന്തരപ്പെടാതെ ഇവര് സഭയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് വരുന്നത്, കാരണം ഇന്നലെ വരെ സംസാരിച്ചതാ, ശരിയായിട്ട് മാനസാന്തരപ്പെട്ടിട്ടില്ല. കള്ളുഷാപ്പി നിൽക്കുന്നവൻ, ആ സാഹചര്യങ്ങളിലൊക്കെ സംസാരിക്കുന്നതിന് വ്യത്യസ്ത തലങ്ങളുണ്ട്. തമ്മിൽ സംസാരിക്കുന്നത് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ തമ്മിൽ സംസാരിക്കുന്നത്? അല്ല. എന്നും സംസാരിക്കും, പറയുന്നതിൽ എന്തെങ്കിലും വില കൊടുക്കാറുണ്ട്. കള്ളുഷാപ്പി വെച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്നവനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അച്ചായൻ പൊക്കോ, ഞാൻ വിളിച്ചേക്കാന്നൊക്കെ പറഞ്ഞു വിടാറുണ്ട് അല്ലേ? ഞാൻ പോയിട്ടില്ല, ഞാനങ്ങ് അനുമാനിക്കുക അത് വിളിക്കാനാണ്. അന്നേരത്തെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പറയുന്നതാ. ദൈവസഭയിൽ വന്നാലും ഇത് തന്നെയാ. ശരിയായിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പറയുന്ന വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോ? എന്തും പറയും, വിളിക്കാൻ വരാൻ പോകാം. പക്ഷെ അതൊന്നും നമുക്ക് വിഷയമല്ല, ഇതൊന്നും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നുള്ള രീതിയിലാണ്. ശരിയായിട്ട് മാനസാന്തരപ്പെടാതെ സഭയിൽ വന്നാൽ പഴയ സ്വഭാവം എപ്പോ വേണേലും പുറത്തു വരാം. അത് ജീവിച്ച സാഹചര്യങ്ങൾ എന്താണോ അത് പുറത്തു വരും. മാനമര്യാദയായിട്ടൊക്കെ ജീവിച്ച ആളുകളാണെങ്കിൽ അവർക്ക് കുറെയൊക്കെ പതുങ്ങി അങ്ങ് പോകും. എന്നാലും പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിലേക്ക് പോകും, നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല.
ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരുന്നു. ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഭവിക്കുക ചെയ്യുന്നത്. അല്ലാതെ ഒരാചാര അനുഷ്ഠാനങ്ങളുടെയും ഭാഗമാകുകയല്ല. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആരാധനയ്ക്ക് വരുന്നു, അല്ലെങ്കിൽ പാസ്റ്റർ വിളിക്കും. പെന്തക്കോസ്ത് സഭകളിലെ ഒരു രീതി ആയതുകൊണ്ട് സ്നാനപ്പെട്ടു. എല്ലാവരും സ്നാനപ്പെടുന്നു. കുറച്ചാൾക്ക് മാറിയിരിക്കാം, കുറച്ച് കഴിയുന്ന തന്നെ ആളുകൾ ചോദിക്കാൻ തുടങ്ങത്തില്ലേ, അതുകൊണ്ട് സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടവർ കർത്തൃമേശ എടുക്കേണ്ടത് കൊണ്ട് അതും എടുത്തു. നമ്മൾ കളിക്കുന്നത് തീയോടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അനുഭവിച്ച് ജീവിതം നയിക്കാത്ത ഒരുവന് പുതിയ നിയമസഭയിൽ ഒരു സ്ഥാനവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിലില്ല. ദൈവത്തിന് സ്തോത്രം. നാം കൂടുന്ന പുതിയ നിയമസഭയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിച്ച് ജീവിതം നയിക്കാത്ത ഒരുവന് ക്രിസ്തുവിന്റെ മുൻപിൽ ഒരു സ്ഥാനവുമില്ല. മനുഷ്യരുടെ മുൻപിൽ കാണും ലേബല്: വിശ്വാസി, പാസ്റ്റർ, എൽഡർ, ഡീക്കൻ, ലേബലുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ മുൻപിൽ അവനൊരു സ്ഥാനമില്ല. നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, പട്ടർക്ക് എന്നാ പടയക്കാര്യം എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിനോട് ബന്ധമില്ലാത്തവന് ക്രിസ്തു സഭയിൽ എന്താ കാര്യം? ഒരു കാര്യവുമില്ല. ഇവിടെ ഓർക്കുക, പെസഹ അത്താഴം കഴിഞ്ഞതിന് ശേഷമാണ് തിരുവത്താഴം സ്ഥാപിച്ചത്. തിരുവത്താഴം പെസഹ രാത്രിയിൽ സ്ഥാപിക്കപ്പെട്ടതിനാൽ അത്താഴം എന്ന പേര് വന്നു കർത്തൃമേശയ്ക്ക്. തിരുവത്താഴം പെസഹ രാത്രിയിൽ സ്ഥാപിക്കപ്പെട്ടതിനാൽ കർത്തൃമേശയ്ക്ക് തിരുവത്താഴം എന്ന പേര് വന്നു. അതുകൊണ്ട് അത് രാത്രിയിലേ ആകാവൂ എന്ന് കൽപ്പനയില്ല. കർത്താവായ യേശു ക്രിസ്തു അത് രാത്രിയിൽ സ്ഥാപിച്ചതുകൊണ്ട് രാത്രിയിലേ കർത്തൃമേശ എടുക്കാവൂ എന്ന നിയമമില്ല. തിരുവത്താഴം രാത്രിയിലെ നടത്തുമെന്ന് വാശി പിടിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ഒരുമിച്ച് ഒരേ സഭയിലെ ദൈവദാസന്മാർ പകൽ കൂടി വരുമ്പോ പോലും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ദൈവദാസന്മാരുണ്ട്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാ. ഇങ്ങനെയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. കർത്താവ് രാത്രിയിൽ ഈ മേശ സ്ഥാപിച്ചു എന്നതുകൊണ്ട് രാത്രിയിലേ ഇത് ആചരിക്കാവൂ എന്നൊരു നിയമമില്ല. മറ്റൊരു കാര്യം, ചില സഭകൾ തിരുവത്താഴത്തോട് ചേർന്ന് കാൽ കഴുകൽ ശുശ്രൂഷ നടത്താറുണ്ട്. ഞാനും ആ ശുശ്രൂഷയെ കൂടിയിട്ടുള്ളതാ. ആ സഭയിലെ ദൈവദാസൻ കർത്തൃമേശയ്ക്ക് മുൻപായിട്ട് സഹോദരന്മാരുടെ കാൽപാദങ്ങൾ കഴുകും. എന്നാൽ തിരുവത്താഴത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്ന ഈ അധ്യായത്തിൽ കാൽ കഴുകലിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ അപ്പോസ്തലന്മാർ ആചരിച്ചതായിട്ട് തെളിവുമില്ല. അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം, അല്ലാത്തവർ ചെയ്യണ്ട. അതൊരു നിയമമല്ല. ദൈവത്തിന് സ്തോത്രം. 26-ാം വാക്യം.
അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും, എങ്ങനെ? എന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും. വസ്തുമാറ്റത്തിന്റെ ഉപദേശം ഇവിടെയില്ല. ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ വസ്തുമാറ്റത്തിന്റെ ഉപദേശം ഇവിടെ കാണുന്നില്ല. ഇത് സംബന്ധിച്ച് വളരെയധികം വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്തൃമേശയെ സംബന്ധിച്ചിട്ടുള്ള വിവിധമായിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. 3 മാത്രം പറഞ്ഞിട്ട് മുൻപോട്ട് പോവാം. ഒന്നാമത്തേത് വസ്തുമാറ്റ ഉപദേശം അല്ലെങ്കിൽ ട്രാൻസ് സബ്സ്റ്റാൻഷിയേഷൻ. എന്താണ് വസ്തുമാറ്റ ഉപദേശം? അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്ന ഉപദേശമാണ് റോമൻ സഭ പഠിപ്പിക്കുന്നത്. പുരോഹിതൻ അപ്പവും വീഞ്ഞും കരങ്ങളിലെടുത്ത് ശുശ്രൂഷിക്കുമ്പോൾ ആക്ഷരികമായിട്ട് അത് കർത്താവിന്റെ ശരീരവും രക്തവുമായി തീരുന്നുവെന്ന് റോമൻ സഭ പഠിപ്പിക്കുന്നു. രണ്ടാമത്തേത് കോൺസബ്സ്റ്റാൻഷിയേഷൻ. അതായത് അപ്പം അപ്പമായും വീഞ്ഞ് വീഞ്ഞായിരിക്കുമെങ്കിലും ശരീരത്തിന്റെയും രക്തത്തിന്റെയും സാന്നിധ്യം ആക്ഷരികമായിട്ട് അവയുടെ മേൽ ഉണ്ടെന്നും അതിനാൽ ഒന്നിൽ പങ്കുകൊള്ളുന്നത് മറ്റേതിലും പങ്കുകൊള്ളുന്നതിന് തുല്യമാണെന്നും ലൂഥറൻ സഭ പഠിപ്പിക്കുന്നു. അപ്പം അപ്പമായിട്ടും വീഞ്ഞ് വീഞ്ഞായിട്ടും ഇരിക്കും. പക്ഷേ കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സാന്നിധ്യം ആക്ഷരികമായിട്ട് അവയുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിൽ പങ്കെടുക്കുന്നത് മറ്റേതിലും പങ്കെടുക്കുന്നതിന് തുല്യമാണ്. ഇത് ലൂഥറൻ സഭ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് പെന്തക്കോസ്ത് സഭകൾ ഉൾപ്പെടെ നല്ല വിഭാഗം ആളുകളുടെ അഭിപ്രായം, കർത്താവായ യേശു ക്രിസ്തു വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകും. ഇത് ക്രിസ്തു പറഞ്ഞപ്പോൾ താൻ അക്ഷരപ്രകാരം മുന്തിരിവള്ളിയായിട്ട് മാറാത്തതുപോലെ അപ്പവീഞ്ഞുകളും ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്നില്ല. ഇതൊരു അലങ്കാര പ്രയോഗം മാത്രമാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളി ആക്ഷരികമായിട്ടല്ലായിരുന്നു എന്നതുപോലെ അപ്പവീഞ്ഞുകളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്നില്ല. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. യേശു ക്രിസ്തുവിനെ ശാരീരികമായിട്ട് അനുഭവിക്കുക എന്നതല്ല, യഥാർത്ഥമായിട്ട് അനുഭവിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.
നിത്യജീവന്റെ സജീവ ബന്ധത്തിൽ വിശ്വാസി ക്രിസ്തുവിലും ക്രിസ്തു വിശ്വാസിയിലുമാണെന്ന സത്യം നാം എപ്പോഴും ഓർത്തിരിക്കുക. നിത്യജീവനോടുള്ള ബന്ധത്തിൽ ക്രിസ്തു വിശ്വാസിയിലും വിശ്വാസി ക്രിസ്തുവിലുമാണ്. എന്റെ ഫാദർ എന്നെ പഠിപ്പിച്ച ഒരു പാട്ടിന്റെ ഈ ഈരടിയിൽ ഓർമ്മ വരുന്നു. എന്നെ തേടി വിണ്ണകരം വിട്ടൂഴിയിൽ വന്നവനേ, എന്റെ പാപ ശാപമകറ്റാൻ ജീവനെ തന്നവനേ, എന്തിനും തൻ തിരുസ്നേഹ പാശബന്ധം അഴിക്കുവാൻ കഴിയാതെന്നുമെന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമാ, എന്നും എന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമാ. സ്തോത്രം. നിത്യജീവനോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു അവനിലും വിശ്വാസി ക്രിസ്തുവിലുമാണ്. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ വേദഭാഗം നമുക്ക് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 51 മുതൽ 54 വരെയുള്ള വേദഭാഗങ്ങൾ. ജോൺ ചാപ്റ്റർ 6 verse 51 to 54. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം ആകുന്നു. ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്തോത്രം. 51-ാം വാക്യം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. അപ്പോൾ ആ അപ്പം തിന്നവരോ? അവരെല്ലാം മരിച്ചു. സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്ത മന്ന ഭക്ഷിച്ചവരൊക്കെയും മരിച്ചു. എന്നാൽ ഈ അപ്പം, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി. ഇത് പെന്തക്കോസ്ത് എന്നുള്ള ലേബലിലുള്ളവർക്ക് മാത്രമല്ല, പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും, മാനവജാതിക്ക് വേണ്ടി യേശു അവനെ തന്നെ യാഗമായി അർപ്പിച്ചു. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. 52-ാം വാക്യം. ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു വാദിച്ചു. അവർ തമ്മിൽ തമ്മിൽ വാദിച്ചു. നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് നൽകി തരുവാൻ തക്കവണ്ണം ഇവൻ എങ്ങനെ കഴിയും? ആ വാദത്തിന്റെ ഉത്തരമാണ്
യേശു ക്രിസ്തു കർത്തൃമേശയിലെ അപ്പവീഞ്ഞുകളിൽ കൂടി നമുക്ക് കാണിച്ചു തന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കരയട്ടെ. ഈ സംശയം യഹൂദന്മാർക്ക് തോന്നി, നമുക്കും തോന്നിയിട്ടുണ്ട് അല്ലെ? നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് യേശു ക്രിസ്തു കർത്തൃമേശയിലെ അപ്പവീഞ്ഞുകളിൽ കൂടി നമുക്ക് കാണിച്ചു തന്നത്. ഈ അപ്പം എന്റെ ശരീരം. അവൻ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഈ പാനപാത്രത്തിൽ എന്റെ രക്തം. 53-ാം വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ വേണമെങ്കിൽ, എന്ത് ജീവൻ? ആത്മീയ ജീവൻ, നിത്യജീവൻ നിങ്ങൾക്കുള്ളിൽ വേണമെങ്കിൽ നിങ്ങൾ ജീവനുള്ള അപ്പം തിന്നേണം. നമ്മുടെ ശരീരത്തിന്റെ ജീവൻ നിലനിർത്തുവാൻ നമ്മൾ 3 നേരം അല്ലെങ്കിൽ 4 നേരം ആഹാരം കഴിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ആത്മീയ ജീവൻ നിലനിർത്തുവാൻ, നിത്യജീവൻ നിലനിർത്തുവാൻ നിങ്ങൾ യേശുവിന്റെ ശരീരം ഭക്ഷിക്കണം, അവന്റെ മാംസം നിങ്ങൾ തിന്നേണം, അവന്റെ രക്തം നിങ്ങൾ കുടിക്കണം. അതായത് കർത്തൃമേശയിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന്. കർത്തൃമേശയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ തക്കവണ്ണം ഒരു വിശ്വാസിക്ക് വ്യവസ്ഥയില്ല. 54-ാം വാക്യം. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നവനോ? നിത്യജീവൻ ഇല്ല. അപ്പോൾ കർത്തൃമേശ എടുക്കാത്തവനെ കാണുമ്പോൾ ഒന്നോർത്തോണം, ഇവന് മേലോട്ട് പോകുവാനുള്ള യാതൊരു ഉദ്ദേശവും താൽക്കാലമില്ലെന്ന്. പുറകെ ശ്രാണ്ടി നിൽക്കുമ്പോ ഓർത്തോണം. വിശ്വാസിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എടുക്കുന്ന എല്ലാവരും അങ്ങ് പോകുമെന്നും കരുതണ്ട. അയോഗ്യമായിട്ട് നടക്കുന്നവൻ എടുക്കാതിരിക്കുന്നതാ നല്ലത്. ഇവിടെ കുറച്ചു കാലം കൂടെ ജീവിക്കാം. താഴോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കും. ഈ കർത്തൃമേശ എടുക്കാതെ ഈ പുറകില് നിൽക്കുമ്പം മുമ്പിൽ നിൽക്കുന്ന ആരും അവരെ മുമ്പോട്ട് വിളിക്കരുത്. അവൻ നിന്നോട്ട് പുറകില്. അവിടെ ഇങ്ങനൊന്നും തലയാട്ടരുത്. സഹോദരന്മാര് പുറകിൽ പോന്ന്, ഹലോ ബ്രദറെ, നമ്മൾ എല്ലാരും കൂടെ അല്ലേ ഇത് എടുക്കണ്ടേ? എല്ലാരും കൂടെ അല്ല, ഓരോരുത്തരും ഇവിടെ എഴുതിയിരിക്കുന്നത്. കൂട്ടത്തിൽ ചെയ്യുന്ന പരിപാടി അല്ല ഇത്. തെള്ളിക്കൊണ്ട് മുമ്പോട്ട് വരരുത്. നാം അവനെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാ.
ദൈവത്തിന് സ്തോത്രം. നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നു. കർത്തൃമേശയിൽ പങ്കെടുക്കലും ദൈവിക ന്യായവിധിയും. ഈ ഭാഗത്തെ മൂന്നായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് പഠിക്കുക. അതിന്റെ 27 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങൾ അയോഗ്യമായിട്ട് പങ്കുകൊള്ളുന്നതിന്റെ അനുഭവം, അയോഗ്യമായിട്ട് ഒരുവൻ കർത്തൃമേശയിൽ പങ്കുകൊണ്ടാലുള്ള അനുഭവം. രണ്ടാം ഭാഗം അതിന്റെ 30 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങൾ അനന്തഫലമായ ന്യായവിധി. മൂന്നാമത്തേത് അതിന്റെ 33, 34 വേദഭാഗങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഗുണദോഷമായിട്ട് ഒരു ഉപസംഹാരം നൽകും. ഒരു ഗുണദോഷ. 27-ാമത്തെ വാക്യം വായിച്ചാൽ, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അതുകൊണ്ട് അയോഗ്യമായി പങ്കെടുക്കുന്ന ആളിന്റെ ആത്മീയ നില വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആരും ആയിക്കൊള്ളട്ടെ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അയോഗ്യമായിട്ട് അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം, അത് വിശ്വാസി ആയിക്കൊള്ളട്ടെ, എൽഡർ ആയിക്കൊള്ളട്ടെ, പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, സെൻട്രൽ പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, എക്സംഷൻ ഇല്ല. പങ്കെടുക്കുന്ന ആളിന്റെ ആത്മീക നില പ്രധാനപ്പെട്ടത്. രഹസ്യമായിട്ട് പാപത്തിൽ ജീവിക്കുക, സഹവിശ്വാസികളെ കുറിച്ച് കരുതലില്ലാതെ ജീവിക്കുക, അവരോട് വൈരാഗ്യം വെച്ച് പുലർത്തുക, സഹോദരനുമായിട്ട് നിരക്കാതിരിക്കുക, നമ്മുടെ യാഗത്തിന് പകരമായിട്ടുള്ള യാഗമാണ് ക്രിസ്തുവിന്റെ മരണമെന്ന് അറിയാതിരിക്കുക. ഇതെല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്നതാ. ഈ അയോഗ്യമായി എന്ന വാക്കിന്റെ പരിധിയിൽ വരുന്നതാ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ. അയോഗ്യമായിട്ട് അപ്പവീഞ്ഞുകളിൽ പങ്കെടുക്കുന്നത് കർത്താവിനോട് ചെയ്യുന്ന വലിയ അപരാധമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിക്ക് ചേരാത്തതെല്ലാം കുറ്റകരമാണ്. നമ്മൾ ഓരോരുത്തരും വിചാരമില്ലാത്തവരായി, മര്യാദയില്ലാത്തവരായും ഇതിൽ പങ്കെടുത്തുകൂടാ. കാരണം കർത്താവിന്റെ ശരീരത്തെയും രക്തത്തെയും നിന്ദിച്ചു എന്ന കുറ്റമാണ് നമ്മൾ പിന്നീട് വഹിക്കേണ്ടി വരുന്നത്. ഇത് ചെറിയ കളിയല്ല. 28-ാം വാക്യം, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം.
വല്ലവരും ശോധന ചെയ്തിട്ടല്ല, തന്നെത്താൻ ശോധന ചെയ്യണം. ഇവിടെ ശോധന ചെയ്യുക എന്നതിന് ലോഹങ്ങളും മറ്റും പരിശോധിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക മൂലപദത്തിൽ കാണുന്നത്. അതിന്റെ അർത്ഥം കർശനമായ സ്വയപരിശോധന ഓരോരുത്തൻ നടത്തണം, തന്നെത്താൻ നടത്തണം. കുറ്റമേറ്റു പറയുക, സഹോദരനോട് നിരക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ പെടും. മറ്റൊരു കാര്യം, പുരോഹിതന്റെ മുൻപിലുള്ള കുമ്പസാരത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ ഒന്നും പറയുന്നില്ല. ഒരാൾ മറ്റൊരാളിനെ ശോധന ചെയ്യണമെന്നല്ല, മറിച്ച് ഓരോരുത്തൻ സ്വയശോധന ചെയ്യണമെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ? ഒരാൾ മറ്റൊരാളിനെ ശോധന ചെയ്യണമെന്നാണോ? ഇതെല്ലാം പോയി അവിടെ പോയി പറയുന്നുണ്ടെ പുള്ളി പറയും, ആ ശരിയാ, നീ ചെയ്ത് തെറ്റായിപ്പോയി, അല്ലേ? അങ്ങനെയാണോ പറയുന്നത്? ഇത് രഹസ്യമായ കോടതിയാ. സാക്ഷികളെ ആവശ്യമില്ല. സാക്ഷികളെ കൂടാതെയുള്ള വിധിയുമാ. വക്കീലിനെ ആവശ്യമില്ല. എന്തൊരു കോടതിയായത്! സ്തോത്രം. വക്കാലത്ത് പറയാൻ ആരെയും കൂടെ കൊണ്ടുകൊണ്ടാണ്. നമുക്ക് സ്വർഗീയ കോടതിയിൽ നേരിട്ട് പോകാം. ദൈവത്തിന്റെ മുൻപാകെ സ്വയം ശോധന ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാ പറ്റുന്നേ? നമ്മൾ കഴിഞ്ഞ ഈ കർത്തൃമേശയ്ക്ക് മുൻപോട്ട് അവിടെ എണിച്ച് നിൽക്കുമ്പോഴ് കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതും നമ്മൾ ചെവി കൊണ്ട് കേട്ടതും നമ്മൾ നാവ് കൊണ്ട് സംസാരിച്ചതും നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചതും നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിച്ചതുമായിട്ടുള്ള ലിസ്റ്റ് ദൈവത്തിന്റെ മുൻപിൽ വയ്ക്കാൻ അത് ഓരോരുത്തർക്കേ പറ്റുള്ളൂ. ദൈവത്തിൽ നിന്ന് ടിക്ക് മാർക്ക് വാങ്ങിക്കുക. അതെങ്ങനെ നമുക്കറിയാൻ പറ്റുന്നത്? അയ്യോ, നമുക്കേ അത് അറിയാൻ പറ്റൂ. ലിസ്റ്റ് അങ്ങോട്ടൊന്ന് കൊടുത്തു നോക്ക് ഒരാഴ്ചത്തെ. നമുക്കറിയാം ദൈവം ടിക്ക് ഇടുന്നത്, ക്രോസ് ഇടുന്നതും അറിയാം. ക്രോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയില് നിരപ്പ് പ്രാപിക്കുക, അല്ലെങ്കിൽ പുറകോട്ട് നീങ്ങുക. നന്നാകാൻ പ്ലാൻ ഇല്ലെങ്കിൽ മുമ്പോട്ട് വരരുത്, പുറകോട്ട് മാറി നിൽക്കുക. അത് നമുക്കേ ചെയ്യാൻ പറ്റൂ. തന്നെത്താൻ ശോധന ചെയ്യുക. സ്തോത്രം. ദൈവം ക്ലീൻ ചിറ്റ് തന്നാൽ, അല്ലെങ്കിൽ യെസ് യു ക്യാൻ പ്രൊസീഡ് എന്നുള്ള ശബ്ദം നമ്മൾ കേട്ടാൽ ധൈര്യമായിട്ട് മേശയിൽ പങ്കെടുക്കാം. അല്ല, ദൈവം ടിക്ക് മാർക്ക് ഇട്ടിട്ട് ക്രോസ് മാർക്ക്, ചിലതിനൊക്കെ ക്രോസ് മാർക്ക് ഉണ്ട്, ക്രോസ് മാർക്ക്. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച്, പാപക്ഷമ പ്രാപിച്ച്, ഇനി ഞാനത് ചെയ്യത്തില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ട് ദൈവം നിന്നോട് ക്ഷമിച്ചു എന്ന വിശ്വാസത്തോടു കൂടി നീ മുൻപോട്ട് പോവാ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് പോയി ചെയ്യരുത്. ഇതെല്ലാ ആഴ്ചയും ചെയ്യുന്ന ഒരു കലാപരിപാടിയല്ല ഇത്.
ചെയ്യുന്ന തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുവാനുള്ള ലൈസൻസ് അല്ല. നിങ്ങൾ എല്ലാവരും എന്താ വളരെ സീരിയസ് ആയിട്ടിരിക്കുന്നേ? സ്തോത്രം. നമ്മള് സ്വയശോധന നടത്താതെ കർത്താവിന്റെ മരണ പുനരുത്ഥാനങ്ങളുടെ ഓർമ്മ എന്ന നിലയിൽ മാത്രം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കരുത്. നമ്മുടെ പ്രയോറിറ്റി എന്താണ്? കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിന്റെ മരണ പുനരുത്ഥാനങ്ങളുടെ ഓർമ്മ എന്ന നിലയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. കർത്താവിന്റെ പാർട്ട് കർത്താവ് ചെയ്തതാ. നിന്റെ പാർട്ട് നീ ചെയ്തോ? വിഷയമതാ. എങ്കിൽ മാത്രമേ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുവാനുള്ള യോഗ്യത നമുക്ക് ലഭിക്കൂ. അതാ പറഞ്ഞത്, സ്വയപരിശോധന നടത്താതെ കർത്താവിന്റെ മരണ പുനരുത്ഥാനങ്ങളുടെ ഓർമ്മ എന്ന നിലയിൽ മാത്രം ഈ ശുശ്രൂഷയിൽ ഒരു വ്യക്തിയും പങ്കെടുക്കരുത്. മടങ്ങി വരുന്നു 28-ാം വാക്യത്തിലേക്ക്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അപ്പം തിന്നുക, പാനപാത്രം കുടിക്കുക എന്ന പ്രയോഗം 26, 27, 28 വാക്യങ്ങളിൽ തുടർച്ചയായിട്ട് കാണുന്നത് ശ്രദ്ധിക്കുക. സ്തോത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ 23-ാമത്തെ വാക്യത്തിൽ സ്തോത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം ശരീരമായിട്ട് മാറിയില്ല, അപ്പമായി തന്നെ ശേഷിക്കുന്നു. അപ്പം മാത്രം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ പങ്കുചേരാതിരിക്കുകയും ചെയ്യുന്ന ചില സഭകളുണ്ട്. ഈ ആചാരരീതിയും വചനവിരുദ്ധമാണ്. 11-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 12-ാം നൂറ്റാണ്ടിൽ വ്യാപകമായി തീർന്ന ഒരു ആചാര രീതിയായിരുന്നു ഇത്. ഞാൻ ലൂഥറൻ സഭയുടെ കാര്യം നിങ്ങളോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സഭകളുണ്ട്. 29-ാം വാക്യം, വേഴ്സ് 29. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, ആരുടെ ശരീരത്തെ? സ്വയശരീരമല്ല അവിടെ. ശരീരം എന്നതിന് 2 നിലയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ ഒരു വേർഷൻ ഞാൻ വായിക്കുന്നു. KJV-യിൽ ഒരുപാട് പരിഭാഷകളിലും എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഫോർ ദോസ് ഹു ഈറ്റ് ആൻഡ് ഡ്രിങ്ക് വിതൗട്ട് ഡിസേണിംഗ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് eat and drink judgment on themselves. എന്താണ് അതിന്റെ അർത്ഥം? For those who eat and drink without discerning the body of Christ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ അത് ചെയ്താൽ, eat and drink judgment on themselves, തങ്ങൾക്കുള്ള ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു അവർ. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരം എന്ന അർത്ഥത്തിലാണ് ഇവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, ക്രിസ്തുവിന്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ.
എന്താ അതിന്റെ ആശയം? അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും അടയാളമാകിയാൽ ആ വിവേചന കൂടാതെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും അടയാളമാ. അത് വിവേചിക്കാതെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ശരീരം എന്നതിന് രണ്ട് നിലയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ക്രിസ്തുവിന്റെ ശരീരം എന്ന അർത്ഥത്തിൽ. രണ്ടാമതൊരു വ്യാഖ്യാനമുണ്ട്, ശരീരം എന്നതിന് സഭ എന്ന അർത്ഥം. രണ്ട് മൂന്ന് വേദഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിൽ വേഗത്തിൽ വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1 Corinthians chapter 10 verse 17. അപ്പം ഒന്ന് ആകുകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ അംശികളാകുന്നുവല്ലോ. സ്തോത്രം. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, നാം, പലരായ നാം ഒരു ശരീരമാകുന്നു, സഭ എന്ന അർത്ഥം. രണ്ടാമതായിട്ട് ഒരു വേദഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാവുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. സ്തോത്രം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും, വീണ്ടും നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. മൂന്നാമതൊരു വേദഭാഗം കൂടി വായിച്ചിട്ട് മുൻപോട്ട് പോകാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. Colossians chapter 1 verse 18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. സ്തോത്രം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. ഈ അർത്ഥത്തിൽ ദൈവത്തിന്റെ സഭയാണ് കൂടി വന്നിരിക്കുന്നതെന്ന ചിന്ത കൂടാതെ കർത്താവിന്റെ അത്താഴത്തിൽ പങ്കെടുക്കുക എന്നർത്ഥം. ഇത് ദൈവത്തിന്റെ സഭയാണ് കൂടി വന്നിരിക്കുന്നതെന്ന ബോധ്യമില്ലാതെ കർത്താവിന്റെ അത്താഴത്തിൽ പങ്കെടുക്കുക, അതായത് സഹവിശ്വാസികളുമായിട്ടുള്ള ബന്ധം ഒരുവൻ വിവേചിക്കണമെന്ന്. ഇത് രണ്ടർത്ഥമാണെങ്കിലും ശരിയാ, 100% ശരിയാ. കാരണം മുൻപിലുള്ള അവരുടെ സ്നേഹവിരുന്നിന്റെ കാര്യം പറഞ്ഞിട്ടാ ഇത് എഴുതുന്നത്. അതുകൊണ്ട് രണ്ടർത്ഥത്തിലും, ക്രിസ്തുവിന്റെ ശരീരം എന്ന അർത്ഥത്തിലും സഭ എന്ന അർത്ഥത്തിലും ഇത് 100% ശരിയാ. മടങ്ങി വരുന്നു. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇവിടെ ശിക്ഷാവിധി എന്നത് അന്ത്യന്യായ വിധിയല്ല. 32-ാമത്തെ വാക്യത്തിൽ കാണുന്ന ബാലശിക്ഷ എന്ന ശിക്ഷാവിധിയാണ്. ദൈവത്തിന് സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം എടുത്താട്ട് 12-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ. Hebrews chapter 12 verse 5 to 7. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 11-12 വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണിത്. ദൈവത്തിന് സ്തോത്രം. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറിഞ്ഞു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ
ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. സ്തോത്രം. ഞാൻ അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നു. അനന്തഫലമായ ന്യായവിധി. 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. വേഴ്സ് 30, 30-ാം വാക്യം. ഇതു ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഇത് ഹേതുവായി അയോഗ്യമായിട്ട് ഈ മേശയിൽ പങ്കെടുക്കുന്നത് കാരണം നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. കർത്തൃമേശയിൽ അയോഗ്യമായി പങ്കെടുക്കുന്നത് ശാരീരിക ക്ലേശത്തിനും രോഗത്തിനും മരണത്തിനും ഇടയാക്കും. ഇവിടെ അനേകരും എന്നൊരു വാക്കുണ്ട്. ഈ പ്രയോഗം അവരുടെ എണ്ണം തീരെ കുറവല്ലെന്ന് സൂചിപ്പിക്കുന്നു. ഒത്തിരി പേരുണ്ടെന്ന്. അനേകരും നിദ്ര കൊള്ളുന്നു. നിദ്ര കൊള്ളുന്നു. ഈ വാക്ക് പുതിയ നിയമത്തിൽ 18 പ്രാവശ്യം കാണുന്നുണ്ട്. അതിൽ 4 പ്രാവശ്യം സാധാരണ ഉറക്കത്തെ സംബന്ധിച്ചും 14 പ്രാവശ്യം വിശ്വാസികളുടെ ശാരീരിക മരണത്തെ സംബന്ധിച്ചും പറയുന്നു. ഇവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ എന്താ അർത്ഥമാക്കുന്നത്? അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഒന്ന് വായിച്ചിട്ട്. That is why many of you are weak and ill, and some have died. That is why many of you are weak and ill, and some have died. ഇവിടെ ശാരീരിക മരണത്തെ പറ്റിയാ പറയുന്നത്, അല്ലാതെ ഉറങ്ങുന്ന കാര്യത്തെ പറ്റിയല്ല. സ്തോത്രം. 31-ാം വാക്യം. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. എന്താ അതിന്റെ അർത്ഥം? നാം നമ്മെ തന്നെ വിധിച്ചിരുന്നുവെങ്കിൽ നാം ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയമാകുമായിരുന്നില്ല. നേരത്തെ നമ്മളങ്ങ് ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയമാകിയില്ലായിരുന്നു. 32-ാം വാക്യം. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വീണ്ടും ബാലശിക്ഷ, അത് പുത്രത്വത്തിന്റെ തെളിവാണ്. അതായത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവ്. നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായം എടുത്തായിരുന്നല്ലോ, വായിച്ചായിരുന്നു. അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. Hebrews chapter 12 verse 10. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. സ്തോത്രം. നമ്മൾ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? ഇവിടെ വായിക്കുന്നു, അവർ, അതായത് ജഡപ്രകാരമുള്ള പിതാക്കന്മാർ, അവര് ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. ശരിയല്ലേ? ചിലപ്പോൾ ദേഷ്യം വരുന്ന ശിക്ഷ കുറച്ച് കൂടുതലായിരിക്കും അല്ലെ? ബോധിച്ച പ്രകാരമൊക്കെ ശിക്ഷിക്കും. അവനോ, പിതാവായ ദൈവമോ, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് അവന്റെ വിശുദ്ധി പ്രാപിക്കുവാനാ. നമ്മുടെ ഗുണത്തിനായിട്ട് അവൻ നമ്മെ ശിക്ഷിക്കുന്നത്. ഒരു വേദഭാഗം കൂടി, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. Revelation chapter 3 verse 19.
എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. അപ്പോൾ ബാലശിക്ഷ ഏൽക്കാത്ത വിശ്വാസി കാണുകയില്ല. എന്നാൽ കഷ്ടതകളെല്ലാം ബാലശിക്ഷയല്ല. ശരിയല്ലേ? ദൈവം ശിക്ഷയ്ക്ക് ബാലശിക്ഷ തരാത്ത ഒരു വിശ്വാസിയും കാണത്തില്ല. പക്ഷെ ജീവിതത്തിൽ വരുന്ന കഷ്ടത മുഴുവൻ ബാലശിക്ഷയാണോ? അതൊട്ടല്ല താനും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ മൂന്നാമത്തെ ഭാഗം 33, 34 വേദഭാഗങ്ങൾ ഉപസംഹാരമായിട്ട് ഒരു ഗുണദോഷമായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്തി സഭയോട് പറയുന്നു. 33, 34 വാക്യങ്ങൾ വായിച്ചിട്ട്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. സ്തോത്രം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. ഈ ഭാഗത്ത് പൗലോസ് ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നു. സ്നേഹവിരുന്നിന് കൂടുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കണം. അതൊരു സാമാന്യ മര്യാദയാണ്. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. അതാ സഭ വന്നിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യായെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരാൻ. പക്ഷെ സഭയെ നിങ്ങൾ വന്നിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്ന്. എൺപത് പേര് കൂടുമ്പോൾ എൺപത് പേർക്ക് കഴിക്കാനായിട്ട് 160 പീസ് കേക്ക് കൊണ്ടുവച്ചാൽ നമ്മൾ അവിടെ നിന്ന് 2 എണ്ണം അങ്ങ് കഴിക്കും. ഒരു 10 എണ്ണം പൊതിഞ്ഞോണ്ട് പോകുന്നത് ശരിയല്ല എന്ന്. നമ്മളത് നിസ്സാരമായിട്ട് കാണരുത്. ഇത് കർത്തൃമേശയ്ക്ക് മുൻപ് അവര് സ്നേഹവിരുന്നിന് കൂടിയപ്പോൾ അവർ ചെയ്ത തെറ്റാണ് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നത്. നമ്മൾ കർത്തൃമേശ കഴിഞ്ഞിട്ട് ഇത് ചെയ്യും. ഇതൊരു മിനി സ്നേഹസദ്യ. എന്തു ആയിക്കൊള്ളട്ടെ, കഴിക്കുന്ന സാധനമാണ്. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് കഴിക്കാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ലെങ്കിൽ ഇത് ശിക്ഷാവിധിക്ക് കാരണം. ഇതൊന്നും നമ്മൾ താഴോട്ട് വായിക്കാറില്ല അല്ലേ? ഇടയ്ക്ക് വെച്ച് അങ്ങ് നിർത്തുക ചെയ്യുന്നത്. വിഷയമാണ്. ഇവിടെ കാത്തിരിക്കുവാൻ വിശപ്പ് അനുവദിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർ സ്വന്തം ഭവനത്തിൽ വെച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം കൂടി വരുവാൻ ശ്രമിക്കണമെന്നാണ് പൗലോസ് ഉപദേശിക്കുന്നത്. ഉപവാസം ഒന്നും എടുക്കണ്ടെന്ന്, അതിലും വലിയ ശിക്ഷയാന്ന് അവിടെ പോയിട്ട് തിന്നാ. ഉപവാസം എടുത്ത് വിശന്ന് വന്നിട്ട് അവസാനം സഭയിൽ പോയിട്ട് ഇത് തിന്ന അതിലും വലിയ ശിക്ഷയാണ്. അതിഭേദം കഴിച്ചിട്ട് വരാനാ പറയുന്നത്.
നാം കർത്തൃമേശയിൽ പങ്കെടുക്കേണ്ട രീതി എന്തോ ഇതുവരെ പഠിച്ചേ? അതിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് നാം പുറകോട്ട് നോക്കി ക്രിസ്തുവിന്റെ മരണത്തെ ഓർക്കണം. കർത്തൃമേശയ്ക്ക് നമ്മൾ എണ്ണീറ്റ് നിൽക്കുമ്പോൾ നമ്മൾ കർത്തൃമേശയ്ക്ക് പങ്കെടുക്കേണ്ട രീതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നാം പുറകോട്ട് നോക്കി കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ നാം ഓർക്കണം. അതാണ് 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നാം പഠിച്ചത്. രണ്ട്, അതിന്റെ 26-ാമത്തെ വാക്യം, നാം മുന്നോട്ട് നോക്കി അവന്റെ പുനരാഗമനം കാണണം. അപ്പോൾ പുറകോട്ട് നോക്കി നാം ക്രിസ്തുവിന്റെ മരണത്തെ ഓർക്കണം. രണ്ട്, നാം മുന്നോട്ട് നോക്കി അവന്റെ പുനരാഗമനം കാണണം. മൂന്ന്, 27 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങൾ നാം ഉള്ളിലേക്ക് നോക്കി സ്വയം വിധിക്കണം. നാല്, അതിന്റെ 33, 34 വാക്യങ്ങൾ നാം ചുറ്റും നോക്കി അന്യോന്യം കാണണം. കൂട്ടു സഹോദരങ്ങളെയും കാണണം. 4 കാര്യങ്ങൾ പറഞ്ഞു നാം കർത്തൃമേശയിൽ പങ്കെടുക്കേണ്ട രീതി. ഒന്ന്, നാം പുറകോട്ട് നോക്കി ക്രിസ്തുവിന്റെ മരണത്തെ നാം ഓർക്കണം. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് നാം ഓർക്കണം. രണ്ട്, നാം മുന്നോട്ട് നോക്കി അവന്റെ പുനരാഗമനത്തെ നാം കാണണം. അവൻ വീണ്ടും വരും. മൂന്ന്, നാം ഉള്ളിലേക്ക് നോക്കി സ്വയം വിധിക്കണം. നാല്, നാം ചുറ്റും നോക്കി അന്യോന്യം കാണണം. ഇതാണ് കർത്തൃമേശയിൽ പങ്കെടുക്കേണ്ട രീതി. അവസാന വാക്യം പറയുന്നു, ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. അതായത് അവരുടെ ഇടയിലുള്ള ക്രമക്കേടുകൾ താൻ നേരിട്ട് ചെന്ന് ക്രമപ്പെടുത്താമെന്ന്. ഒരുപക്ഷെ തിമോത്തിയോസിനോ തീത്തോസിനോ ചെയ്യുവാൻ കഴിയാത്ത കാര്യമാകാമത്. അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് ശേഷമുള്ള കാര്യങ്ങളെ ക്രമപ്പെടുത്താം. ഇനി ഒത്തിരി ഉണ്ടെന്ന്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ അങ്ങ് അനുസരിച്ചാൽ ധാരാളം. കർത്തൃമേശയുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകി തന്ന ഈ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏറ്റെടുക്കാം. അനുഗ്രഹമായിട്ട് കർത്തൃമേശയിൽ പങ്കെടുക്കുവാൻ കൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.